Hi guys, welcome to chapter 5 Web Designing Using HTML Part 3 Tables in HTML. ഈ വീഡിയോയിൽ നമ്മൾ ടേബിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ടാഗുകൾ, അതേക്കുറിച്ചുള്ള അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. Table consists of rows and columns of cells. What is a cell? The intersection of a row and column is called a cell. ഇപ്പോൾ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. ഒരു സെൽ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളമാണ്. ടേബിൾ എന്ന് പറയുന്ന ടാഗാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. What are the attributes of table tag? ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഏകദേശം 10ഓളം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ബോർഡർ, സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദ ബോർഡർ ലൈൻ അറൗണ്ട് ദ ടേബിൾ. അപ്പോൾ ബോർഡർ ലൈനിൻ്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നോൺ സീറോ വാല്യൂ കൊടുക്കുക. സീറോ ബോർഡർ കൊടുത്താൽ ബോർഡർ ഇല്ലാത്തൊരു ടേബിൾ ഒന്നും വരില്ല. ബോർഡർ കളറ്, color to the table border. Align, അതായത് ടേബിള് ബ്രൗസർ വിൻഡോയിൽ ലെഫ്റ്റ് ലൈൻഡായിട്ട് വരണോ, റൈറ്റ് ലൈൻഡായിട്ട് വരണോ, സെൻറ്ററായിട്ട് വരണോ എന്നാണ്. ബൈ ഡീഫോൾട്ട് ഇറ്റ് ഈസ് ലെഫ്റ്റ്. BG കളർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ, ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട്. ബാക്ക്ഗ്രൗണ്ട് മീൻസ് വി ക്യാൻ സ്പെസിഫൈ ദ ഇമേജ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് സോഴ്സ് കൊടുത്തിട്ട് ഇമേജ് സ്പെസിഫൈ ചെയ്യാം. സെൽഫ് സ്പേസിങ്, സെൽഫ് സ്പേസിങ് എന്ന് പറഞ്ഞാൽ സ്പേസ് ടു ബി ലെഫ്റ്റ് ബിറ്റ്വീൻ സെൽസ്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് സെൽ കണ്ടൻസ്. ഇപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് സ്പേസിങ് ആൻഡ് സെൽ പാഡിംഗ് എന്ന് ചോദിക്കാറുണ്ട്. സെല്ലുകൾ തമ്മിലുള്ള സ്പേസാണ് സെൽഫ് സ്പേസിങ്. സെൽ പാഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടൻസും അതിൻ്റെ സെൽ ബോർഡറും ഇടയിലുള്ള സ്പേസാണ് സെൽ പാഡിംഗ്. പിന്നെ നമ്മൾ വിഡ്ത്തും ഹൈറ്റും നമുക്ക് പിക്സൽസിൽ സ്പെസിഫൈ ചെയ്യാം. അടുത്ത ആട്രിബ്യൂട്ട് ഫ്രെയിം, അതായത് ഹൗ ദ ബോർഡേഴ്സ് ആർ ഡിസ്പ്ലേഡ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എക്സൽ ഷീറ്റിലൊക്കെ ഉള്ള ഒരു ഫീച്ചറാണത്. നമുക്ക് അതിന് ചുറ്റുമുള്ള ബോർഡർ ലൈൻ വോയിഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രെയിം ഈക്വൽ ടു വോയിഡ് എന്ന് കൊടുത്താൽ ഡിസ്പ്ലേ നോ ബോർഡേഴ്സ്. ഫ്രെയിം ഈക്വൽ ടു എബവ് എന്ന് കൊടുത്താൽ ഡിസ്പ്ലേ ഓൺ ടോപ്പ് ഓഫ് ദ ടേബിൾ ഓൺലി. ബിലോ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ദ ബോട്ടം ഓഫ് ദ ടേബിൾ. H sides means display on the horizontal sides. LHS or RHS, display only the left side or right side. Frame equal to V sides means display on the vertical sides. അപ്പോൾ വര വെർട്ടിക്കൽ സൈഡ്സിൽ മാത്രമേ വരുള്ളൂ. ബോക്സ് ഓർ ബോർഡർ, ഡിസ്പ്ലേ ബോർഡേഴ്സ് അറൗണ്ട് ദ ടേബിൾ. അപ്പോൾ ബോക്സ് സ്റ്റൈലിൽ ഇപ്പം ബൈ ഡിഫോൾട്ട് നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും ബോക്സ് ഓർ ബോർഡർ സ്റ്റൈലിലാണ് ഡിസ്പ്ലേ ചെയ്യിക്കുക. അടുത്ത ആട്രിബ്യൂട്ട് റൂൾസാണ്. റൂൾസ് കൺട്രോൾ വാട്ട് റൂൾസ് ആർ ഡിസ്പ്ലേഡ് ഇൻ എ ടേബിൾ. അതായത് അതിൻ്റെ ഇടയിൽ നമ്മൾ ലൈൻസ്, ടേബിളിൻ്റെ ഇടയിൽ ലൈൻസ് വരയ്ക്കുമല്ലോ, അത് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ റൂൾസ് ഈക്വൽ ടു നൺ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നോ റൂൾസ്. റൂൾസ് ഈക്വൽ ടു കോളംസ് എന്ന് പറഞ്ഞാൽ കോളംസിൻ്റെ ഇടയിൽ മാത്രം വരയ്ക്കും. റൂൾസ് ഈക്വൽ ടു റോസ് എന്ന് പറഞ്ഞാൽ റോസിൻ്റെ മാത്രം വരയ്ക്കും. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ റൂൾസ് ബിറ്റ്വീൻ റോ ഗ്രൂപ്പ്സ് ആൻഡ് കോളം ഗ്രൂപ്പ്സ്. ഓൾ മീൻസ് റൂൾസ് ബിറ്റ്വീൻ ഓൾ റോസ് ആൻഡ് കോളംസ്. അതായത് കംപ്ലീറ്റ് ടേബിൾ മുഴുവനും വരയ്ക്കുകയാണെങ്കിൽ, കോളം വൈസും റോ വൈസും വരയ്ക്കുകയാണെങ്കിൽ അതാണ് ഡീഫോൾട്ടായിട്ടുള്ള സ്റ്റൈൽ. അടുത്തത് ടാഗുകൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ
ടേബിളുമായി ബന്ധപ്പെട്ട ടാഗുകളാണ് TR ടാഗ്, TH ടാഗ്, TD ടാഗ്. TR ടാഗ് റോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് 3 ആട്രിബ്യൂട്ട്സ് ആണ്. അലൈൻ, അതായത് ഹോറിസോണ്ടൽ അലൈൻമെൻറ്റ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ എ സെൽ. അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ കൊടുക്കാം. വി അലൈൻ, അതായത് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഓഫ് ദ കണ്ടൻറ്റ് ഇൻ എ സെൽ. അത് നമുക്ക് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ടോപ്പ്, മിഡിൽ, ബോട്ടം ഓർ ബേസ് ലൈൻ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ റോ കൊടുക്കാം. TH ആൻഡ് TD ടാഗ്സ്, അത് എന്തിനാണെന്ന് വെച്ചാൽ TH ടാഗ് ഹെഡിങ് സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും TD ടാഗ് ഡാറ്റ സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ TH ആൻഡ് TD എന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് TH ഹെഡിങ് സെൽസ് ആണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ THൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് ബോൾഡ് ഫേസ് ആയിട്ടും സെൻറ്ററായിട്ടും വരും. TD എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലെറ്റേഴ്സിലാണ് വരിക. ബോൾഡായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സെൻറ്ററായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ TDയിൽ അങ്ങനെ വരുള്ളൂ. ആട്രിബ്യൂട്ട്സ് അലൈൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി അലൈൻ, BG കളർ. പിന്നെ പ്രത്യേകമായിട്ട് 2 ആട്രിബ്യൂട്ട്സ് പറയുന്നത് കോൾ സ്പാൻ, അതായത് നമുക്ക് മെർജ് ചെയ്യാനായിട്ട് സെല്ലുകൾ, എത്ര സെല്ലുകൾ മെർജ് ചെയ്യണം, എത്ര കോളംസ് മെർജ് ചെയ്യണം. നമ്പർ ഓഫ് കോളംസ് ഒക്യുപ്പൈഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ സെൽ. അപ്പോൾ 2 or more കോളംസ് ക്യാൻ ബി സ്പാൻഡ്, അതാണ് പറയുന്നത്. റോ സ്പാൻ, നമ്പർ ഓഫ് റോസ് ടു ബി സ്പാൻഡ് ബൈ ദ സെൽ. എത്ര റോസ് മെർജ് ചെയ്ത് കൊടുക്കണം, അത് പിക്സൽസിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. പിന്നെ ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്ഷൻ എന്നുള്ള ടാഗ് കൊടുക്കാം. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. ഇപ്പോൾ ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് ടേബിളിന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നുകിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ ഓൾറെഡി 2 ടേബിളുകൾ, കോളം സ്പാൻ, റോ സ്പാൻ, ഇതൊക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമ്മുടെ വീഡിയോ സീരീസിലുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.